കേരളത്തിൽ ഏറ്റവും കുറച്ച് റെയിൽവേ പാതയുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറച്ച് റെയിൽപാതയുള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. ബാരിസ് എന്നറിയപ്പെടുന്ന നദിയും പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നും ബാരിസ് എന്നും അറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് പത്തനംതിട്ട. കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെക്കേ അറ്റത്തുള്ള ജില്ല പത്തനംതിട്ടയാണ്. മൂഴിയാർ ഡാം, കക്കാട് പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. മൂഴിയാർ ഡാം, കക്കാട് പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നാണ് പത്തനംതിട്ട അറിയപ്പെടുന്നത്. ചിലന്തി അമ്പലവും പാർത്ഥസാരഥി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ചിലന്തി അമ്പലവും പാർത്ഥസാരഥി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ജനസംഖ്യാ വർധനാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട. ജനസംഖ്യാ വർധനാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. നീളത്തിൽ 3-ാം സ്ഥാനമുള്ള നദിയാണ് പമ്പാ നദി. പമ്പാ നദി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. നീളത്തിൽ 3-ാം സ്ഥാനമുള്ള നദിയാണ് പമ്പ. 177 കിലോമീറ്റർ ആണ് പമ്പാ നദിയുടെ നീളം. പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. പത്തനംതിട്ട ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ഇത് സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തേതുമായ ക്രൈസ്തവ സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ. ഇത് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തേതുമായ ക്രൈസ്തവ സമ്മേളനം. മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് മാർത്തോമ ചർച്ചാണ്. മാരാമൺ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് മാർത്തോമ ചർച്ച്. മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്നത് 1895-ലാണ്. അപ്പോൾ മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് മാർത്തോമ ചർച്ചാണ്. പത്തനംതിട്ട ജില്ലയിലാണ്. എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇത് നടക്കുന്നത്. മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്ന വർഷം 1895-ആണ്. പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് ആറന്മുള. ഓർമ്മ പെരുന്നാൾ നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മാർ ഗ്രിഗോറിയസ് ദേവാലയം. ഓർമ്മ പെരുന്നാൾ നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മാർ ഗ്രിഗോറിയസ് ദേവാലയം. AD 52-ൽ സെന്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. AD 52-ൽ സെന്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ്. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ്. പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആറന്മുള. പാർത്ഥസാരഥി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ്. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം അച്ചൻ കോവിലാറിന്റെ തീരത്താണ്. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അച്ചൻ കോവിലാറിന്റെ തീരത്താണ്. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കിനെയാണ്. ഇന്ത്യയിൽ സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം. ഇന്ത്യയിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ശബരിമല ക്ഷേത്രമാണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് റാന്നി താലൂക്കിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് ചരൽക്കുന്ന്.